ലൂക്ക 2:10-11 ദൈവവചനം ഇങ്ങനെ പറയുന്നു. ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞ വചനമാണ്. സകല മർത്യരുടെയും രക്ഷയ്ക്കായി ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. യേശു രക്ഷകനാണെന്ന് ലൂക്ക 2:10-11 വചനത്തിൽ ദൂതൻ ആട്ടിടയന്മാരോട് വിളിച്ചു പറയുന്ന വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മർത്യർക്കും, സകല മർത്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുന്നത് ചെറിയ സന്തോഷമല്ല, വലിയ സന്തോഷം. ഫിലിപ്പി 4:1 പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, കർത്താവിൽ സദാ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു, ഒരു രക്ഷകനാണ് എന്ന് ദൈവവചനം ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-11 വചനത്തിൽ നമ്മൾ കാണുന്നു. യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണെന്ന്. ലൂക്ക 19:1-11 വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മളവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, സക്കേവൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സക്കേവൂസിനെ അറിയാം. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ കുറിച്ച് ദൈവവചനം പറയുമ്പോൾ അതിൻ്റെ 1-2 വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, ധനവാനായിരുന്നു. 2 ഗുണങ്ങളാണ് സക്കേവൂസിന് വർണ്ണിക്കുന്നത്. 1 ചുങ്കക്കാരിൽ പ്രധാനി, 2 ധനവാൻ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ, മനുഷ്യരിലേക്ക് നോക്കിയാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും പറയുന്നത്, അത്യാവശ്യം പണവും വേണം, നാട്ടിൽ മോശമല്ലാത്ത പേരും വേണം എന്ന് പറഞ്ഞാൽ ധനവാനുമാകണം, അറിയപ്പെടുന്നവനുമാകണം. ഇത് 2ഉം സക്കേവൂസിനുണ്ടായിരുന്നു. ലൂക്ക 19:1-11 വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ സക്കേവൂസ് യേശു ആരെന്നറിയുവാൻ ചെന്നു. അവനൊന്ന് യേശുവിനെ ട്രൈ ചെയ്തു. പണക്കാരനായിരുന്നു, പ്രശസ്തനായിരുന്നു, എങ്കിലും യേശു ആരെന്നറിയുവാൻ സക്കേവൂസ് ശ്രമിച്ചു. എന്താ അതിൻ്റെ കാരണമെന്ന് 11-ാമത്തെ വചനത്തിലുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിന് 2 ഗുണങ്ങളുണ്ടായിരുന്നു. ധനവാനായിരുന്നു, പ്രമുഖനായിരുന്നു നാട്ടിൽ, എങ്കിലും അവൻ യേശുവിനെ ഒന്ന് അറിയുവാൻ, കാണുവാൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന സക്കേവൂസിനെ കുറിച്ച് നമുക്കറിയാം. വചനത്തിൽ സക്കേവൂസ് പൊക്കം കുറവുള്ളവനായിരുന്നു. വലിയ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിലുള്ള യേശു ക്രിസ്തുവിനെ കാണുവാൻ സക്കേവൂസിന് കഴിഞ്ഞില്ല. നമുക്കറിയാം, നല്ല ഹൈറ്റുള്ള ആളുകളാണെങ്കിൽ പോലും വലിയ ജനാവലിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ വിഷമമാണ്. എന്നാൽ പൊക്കം കുറവായവനായ സക്കേവൂസിന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ലൂക്ക 19:4 പറയുകയാണ്, സക്കേവൂസ് മുൻപോട്ടോടി. സക്കേവൂസിൻ്റെ മുമ്പിൽ 2 പ്രതിസന്ധികളുണ്ടായിരുന്നു. 1 അവൻ പൊക്കം കുറവാണ്, 2 ഈ ജനക്കൂട്ടം കാരണം യേശുവിനെ കാണത്തില്ല. ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ സക്കേവൂസിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മൾ പറയും, ഈ യേശുവിനെ കാണുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-ാമത്തെ കാര്യം ജനക്കൂട്ടം, 2-ാമത് എനിക്ക് പൊക്കക്കുറവാണ്, കുറച്ചും കൂടെ പൊക്കമുണ്ടായിരുന്നെങ്കിലോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ലൂക്ക 19:4 പറയുന്നു, അവൻ മുൻപോട്ടോടി. പ്രിയപ്പെട്ടവരെ, വിശ്വാസിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. വിശ്വസിക്കുന്നവന് പുറകോട്ട് പോകുന്ന സ്വഭാവമില്ല, പിന്നെയോ മുൻപോട്ട് പോകേണ്ടവരാണ് നമ്മൾ. പുറപ്പാട് 14 നമ്മൾ കാണുന്നുണ്ട്, ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോശയോട് പറയുന്നു മുൻപോട്ട് പോകുവാൻ. ജോഷുവയോട് പറയുന്നു ജെറീഹോ കോട്ടയുടെ അടുത്ത് നിൽക്കുമ്പോൾ മുൻപോട്ട് പോകുവാൻ. മുൻപോട്ട് എന്നാണ് പറയുന്നത്. എന്താ കാരണം? വിശ്വാസി ഒരിക്കലും ഭയപ്പെട്ട് പുറകോട്ട് പോകേണ്ടവനല്ല, അവൻ മുൻപോട്ട് പോകേണ്ടവൻ. സക്കേവൂസ് മുൻപോട്ടോടി. അതിനുശേഷം സക്കേവൂസ് ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ സക്കേവൂസിനുണ്ടാകാം, ഈ യേശുവിനെ ഒന്ന് സൂത്രത്തിൽ കണ്ടാൽ മതി, യേശു എന്നെ കാണരുത്. ഹല്ലേലൂയ. ഇന്ന് പല ആളുകളും അങ്ങനെയുണ്ട്. രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിലേക്ക് വരും. പക്ഷേ കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ മടിയാണ്, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മടിയാണ്. സക്കേവൂസ് ഓർത്തിട്ടുണ്ടാകും, ഈ യേശുവിനെ ഒന്ന് കണ്ടയക്കാം, എന്നാൽ അതിനുശേഷം യേശു അവനെ കാണാതെ പൊക്കോട്ടെ, അതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു. എന്നാൽ യേശു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ളവനാണെന്ന് വെളിപാടിൽ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വചനത്തിൽ പത്രോസ് ലീഹായോട് കർത്താവ് പറയുന്നുണ്ട്, ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞ സമയത്ത് ഗലീലിയ കടലിൽ പോയി മീൻ പിടിക്കുവാൻ, ചൂണ്ടയിടുവാൻ. ഒരുപക്ഷെ പത്രോസ് ലീഹ പോയപ്പോൾ പൊറുപുറത്തുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക, നമ്മളെപ്പോലെ. പത്രോസ് ലീഹ പറഞ്ഞിട്ടുണ്ടാവും, ഇനി ആ കടലിൽ പോയി ചൂണ്ടയിടണം, മീൻ പിടിക്കണം, അതിനെ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കണം, എന്നിട്ട് വേണം ടാക്സ് അടയ്ക്കാൻ. എന്തൊരു കഷ്ടപ്പാടാണ് ഈ കർത്താവിൻ്റെ പരിപാടി, വല്ലാത്ത ദുരിതമാണെന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ട് പൊറുപുറത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മത്സ്യത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ വായിൽ കുടുങ്ങിയ ചതുരംഗ പണമുണ്ടായിരുന്നു. ഹല്ലേലൂയ.
10,000-കണക്കിന് മീനുകൾ ഓടുന്ന ഗലീലിയക്കടലിൽ ഒരൊറ്റ മീനിനെ മാത്രമായി കണ്ടവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണെന്ന് ദൈവവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഗലീലിയക്കടലിൽ 10,000-കണക്കിന് മീനുകൾ ഓടുന്ന ഗലീലിയക്കടലിൽ ഒരൊറ്റ മീനിനെ മാത്രമായി കണ്ടവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവൻ്റെ മുമ്പിൽ അനാവരണം ചെയ്തു വെച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ കാണാത്തത് ഒന്നുമില്ല അവൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, ഈ യേശു സക്കേവൂസിനെ കണ്ടു. സക്കേവൂസിനോട് ഇറങ്ങി വരുവാൻ പറഞ്ഞു. വചനത്തിൽ നമ്മൾ കാണുന്നു 19:6 അവൻ തിടുക്കത്തിൽ ഇറങ്ങി. വേദപണ്ഡിതന്മാർ പറയുന്നത് സമറിയാക്കാരി പെണ്ണിനോട് അവളുടെ സകല കാര്യങ്ങളും പറഞ്ഞതിന് പേടിച്ചിട്ടാണ് സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിയെന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിനുശേഷം പറയുന്നു അവർ സന്തോഷത്തോടെ മടങ്ങി. ഹല്ലേലൂയ. തിടുക്കത്തിൽ ഇറങ്ങിയ സക്കേവൂസ് യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷമുണ്ടായി മാറി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ആരൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ, യേശു ക്രിസ്തു ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ, യേശുവിനെ ആരൊക്കെ വിശ്വാസത്താൽ തൊട്ടിട്ടുണ്ടോ, യേശു ആരെയൊക്കെ തൊട്ടിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. സക്കേവൂസ് സന്തോഷത്തോടെ മടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ വലിയ പ്രശ്നമുണ്ടായി അവിടെ. എന്തായിരുന്നു പ്രശ്നം? സക്കേവൂസ് ചുങ്കക്കാരനായതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള നിയമജ്ഞരും പരിസേയരുമൊക്കെ പ്രശ്നമുണ്ടാക്കി. ഇവൻ പാപിയുടെ വീട്ടിൽ സൽക്കാരത്തിന് പോകുന്നു. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അങ്ങനെ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് സക്കേവൂസ് പറയുന്നത്, ഞാൻ ആരുടെയെങ്കിലും തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുത്തേക്കാം. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടിയ പാപകരമായ ജീവിതത്തിൽ ജീവിച്ച സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കടന്നു വരികയാണ്. അവൻ മാനസാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനോഹരമായ വചനം കർത്താവ് പറയുന്നുണ്ട്. 19:10 എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അവൻ ധനവാനായിരുന്നു, പ്രശസ്തനായിരുന്നു, പക്ഷേ അവന് രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ യേശുക്രിസ്തു ആരെന്നറിയുവാൻ ഓടിച്ചെന്നത്. ഹല്ലേലൂയ. ഈ രക്ഷകൻ അവനെ രക്ഷിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ്, യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നമ്മുടെ കണ്ണുനീർ ഒപ്പുന്ന ദൈവമാണ്. എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീർ കണ്ട് ചിരിക്കുന്ന ദൈവമല്ല യേശു. നമ്മുടെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് കർത്താവ്. നമ്മുടെ ഉള്ളതിനെയും കൂടി ഇല്ലാതാക്കി കളയുന്ന ദൈവമല്ല യേശു. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ള പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മുഴുവനും 1000-കണക്കിന് 10,000-കണക്കിന് സംഭവങ്ങളുണ്ട്. അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ സമയം അനുവദിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ബൈബിളിൽ നിന്ന് തന്നെ 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. യേശു രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ളത് തെളിവ് യോഹന്നാൻ 8:1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, പിടിക്കപ്പെട്ട വ്യഭിചാരിണി. നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി നിയമജ്ഞരും പരിസേയരും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓൺ ദി സ്പോട്ടിൽ വ്യഭിചാരം പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്നു. യോഹന്നാൻ 8:1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ കർത്താവിനോട് അവർ പറയുകയാണ്, മോശയുടെ നിയമത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നാണ് നിയമം, നീ എന്തു പറയുന്നു? യേശുവിനെ കുടുക്കുവാനാണ് അവർ ആ ചോദ്യം ചോദിച്ചതെന്ന് വചനത്തിലുണ്ട്. കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് കുനിഞ്ഞ് നിലത്തോട്ട് നോക്കിയിരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ആ കാലഘട്ടത്തിൽ വ്യഭിചാരം ചെയ്യുന്നവരെ കിട്ടിയാൽ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ കല്ലുമായി നിൽക്കുകയാണ്. ആ അവസ്ഥ അവൾ ഭയപ്പെട്ട് മുഖം കുനിഞ്ഞ് പേടിച്ച് വിറച്ച് അരണ്ടിരിക്കുക. ഏതു നിമിഷവും കല്ലേറുകൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ, ഒരുപക്ഷെ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അവൾ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ യേശുവിനോട് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് മുഖമുയർത്തിയിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം എറിയട്ടെ. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യം എന്ന വചനം കർത്താവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ എറിഞ്ഞേനെ. എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം എറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുതിർന്നവർ തുടങ്ങി ചെറുപ്പക്കാർ വരെ കല്ലുമിട്ടിട്ട് പോയി എന്ന് വചനത്തിൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ആ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു പാപം ചെയ്യാത്തവർ. അതാണ് നമ്മൾ കാണുന്ന സത്യം. പാപം ചെയ്തവരാണ് കല്ലുമായി എറിയുവാൻ നിൽക്കുന്നത്. യേശു വീണ്ടും ശിരസ് കുനിച്ചു. വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, കുനിഞ്ഞ മുഖവുമായിരിക്കുന്ന ആ പെണ്ണിൻ്റെ മുഖത്തെ ഉയർത്തുവാനാണ് യേശു കുനിഞ്ഞതെന്ന്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കുനിഞ്ഞ മുഖത്തെ കണ്ടാൽ നിവർത്തി വിടുന്നവനാണ് നമ്മുടെ കർത്താവ്. ലൂക്കാ 13:10 നമ്മളത് കാണുന്നുണ്ട്. കൂനിയായ സ്ത്രീയെ നിവർത്തി വിടുന്ന സംഭവം. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ? യോഹന്നാൻ 8:10 അവൾ പറയുന്നു കരഞ്ഞുകൊണ്ട്, ഇല്ല കർത്താവേ. അപ്പോൾ 11 അതിമനോഹരമായ ഒരു ദൈവവചനം നമ്മുടെ നാഥൻ്റെ തിരുവായിൽ നിന്ന് മൊഴിയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ, നീ ഇന്നലെ പാപം ചെയ്തെങ്കിൽ വിഷയമല്ല, ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലമില്ല, പക്ഷേ മേലിൽ നീ ആവർത്തിക്കരുത്. എന്നാൽ അവളോട് പറഞ്ഞില്ല, നിന്നെ വ്യഭിചാരത്തിൽ പിടിച്ചതല്ലേ, നിന്റെ ജീവിതം മുഴുവൻ നശിച്ചു പോകും, നിന്റെ കുടുംബം മുടിഞ്ഞു പോകും, നീ പാപിയായ സ്ത്രീയല്ലേ. ഒന്നും പറഞ്ഞില്ല, ഒറ്റ കാര്യം പറഞ്ഞു. ആരാ പറഞ്ഞത്? സാക്ഷാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവായിൽ നിന്നും മൊഴിഞ്ഞ തിരുമൊഴിയാണത്. ആ സ്ത്രീയോട് പറയുകയാണ് യോഹന്നാൻ 8:11, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ, ഞാനും വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതിലൊരു ആത്മീയ സന്ദേശമുണ്ട് പ്രിയരെ. ഇന്നുകളിൽ പാപത്തിലായിരുന്നെങ്കിൽ മേലിൽ പാപം ചെയ്യരുത്. അത് മാത്രമാണ് കർത്താവ് അവളോട് പറഞ്ഞത്. ആരാണ് യേശു? യേശുവാണ് യഥാർത്ഥത്തിൽ വിധിക്കേണ്ടവനല്ലേ, പക്ഷേ യേശു അവളെ വിധിച്ചില്ല. യേശു പറഞ്ഞു മേലിൽ പാപം ചെയ്യരുത്. ഈ സ്ത്രീയുടെ അവസ്ഥയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. മരണത്തെ പേടിച്ച് വിറച്ച് കുനിഞ്ഞ മുഖവുമായി അടച്ച കണ്ണുമായി അവൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ എറിയേണ്ട കല്ലിനും അവൾക്കിടയിലേക്കും രക്ഷകനായ ക്രിസ്തു കടന്നു കയറുകയാണ്. ഹല്ലേലൂയ. യേശു രക്ഷകനായി ആ ഏറിനും അവൾക്കും ഇടയിൽ കയറി അവളെ രക്ഷിക്കുകയാണ്, അവളെ വെറുതെ വിടുകയാണ്. ഇതൊരു സ്ത്രീയുടെ അവസ്ഥയാണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ അവസ്ഥ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വചനങ്ങളിലുണ്ട്. അത് മറ്റാരുമല്ല, 12 വർഷമായി രക്തസ്രാവവുമായി നടന്ന സ്ത്രീയാണ്. ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട്, അവളുടെ അവസ്ഥ പല വൈദ്യന്മാരെ കണ്ട് ആദ്യത്തേതിനേക്കാൾ മോശമായി, അവളുടെ കയ്യിലെ പണം മുഴുവൻ തീർന്നുപോയി എന്ന്. ആദ്യം അവൾക്ക് രോഗം മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അവളുടെ പൈസയും തീർന്നു. രോഗത്തിന് അവൾ ചികിത്സിച്ച് അവർ സാമ്പത്തികമായി കടബാധ്യതയുമല്ല. അവൾക്ക് 2 പ്രശ്നമായി. ആദ്യം രോഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവൾ സാമ്പത്തികമായി തകരുകയും ചെയ്തു. ഇങ്ങനെയുള്ള സ്ത്രീയെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് അവൾ വരികയാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും എന്ന വിചാരത്തോടെ വന്നു എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. അപ്പോൾ 10,000-കണക്കിന് ആളുകൾ ഇടിച്ച് നുറുക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ പത്രോസ്ലീഹ ചോദിച്ചു കാണും, എൻ്റെ കർത്താവേ, നിന്നെ തൊട്ടതാരെന്ന് പറയാൻ പറ്റില്ല, നിന്നെ ആരാ തൊടാത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇതുപോലെ ആളുകൾ ഇടിക്കുന്നിടത്ത് നിന്നെ തൊട്ടതാരെന്ന്. അപ്പോൾ യേശു പറയുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തിയാണ് പുനരുത്ഥാന ശക്തി. ഈ ശക്തിയാണ് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസമായ ഞായറാഴ്ച പ്രഭാതത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി മുറിവേറ്റ ദൈവപുത്രൻ്റെ ശരീരത്തെ കല്ലറയ്ക്കുള്ളിൽ കാലൂന്നി എഴുന്നേറ്റപ്പോൾ റോമൻ പട്ടാളത്തിൻ്റെ കാവലിനെയും റോമൻ അധികാരികളുടെ എംപറർ സീലിനെയും തകർത്തുകൊണ്ട് കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പത്തിലുള്ള ആ കല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ഇരുകരങ്ങളും ഉയർത്തി തൻ്റെ വത്സല ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് എഴുന്നേറ്റ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു, ആ ശക്തിയാണ് പുനരുദ്ധാന ശക്തി. എൻ്റെ കർത്താവിനെ കല്ലറയിൽ നിന്ന് ഇറക്കിയ ശക്തി, ആ ശക്തിയാണ് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ശക്തി. ആ ശക്തിയെക്കുറിച്ചാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, ശക്തി എന്നിൽ നിന്നും പുറപ്പെട്ടു. ഈ ശക്തി അവളെ സുഖപ്പെടുത്തി. പെട്ടെന്ന് ഈ സ്ത്രീ ശരീരത്തിൽ അത് അനുഭവപ്പെട്ടു എന്ന് വചനത്തിലുണ്ട്. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, അത് ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവളോട് പറയുന്ന ഒരു വചനമുണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുക. അത് മർക്കോസ് 5:35 വചനം. അവിടെ ഒരു ആത്മീയ മർമ്മമുണ്ട്. സമാധാനക്കേട് വ്യാധി ഉണ്ടാക്കും. ഹല്ലേലൂയ. ഭയവും സമാധാനക്കേടും അസ്വസ്ഥതകളും എന്നെയും നിങ്ങളെയും പിന്നോട്ട് വലിക്കും, നമ്മളെ കീഴ്പോട്ട് കൊണ്ടുപോകും. ഭയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഒന്ന് രോഗത്തിലും സാമ്പത്തികമായി തകർന്നവളാണ്. 2 പേർക്കും യേശു ആരായി മാറി? രക്ഷകനായി മാറി. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് പാപമായിരുന്നു വിഷയമെങ്കിൽ ഇപ്പുറത്ത് അത് രോഗവും സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു. എന്നാൽ മൂന്നാമതൊരു സംഭവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ യേശു രക്ഷകനായി വരുന്നു. അത് മറ്റാർക്കുമല്ല, സ്വന്തം ശിഷ്യന്മാർക്ക് തന്നെ. ഹല്ലേലൂയ. വെള്ളത്തിന് മീതെ നടക്കുന്നു എന്നാണ് ആ വചനഭാഗത്തിൻ്റെ ഹെഡിങ്. പ്രിയപ്പെട്ടവരെ, അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോവുക, തോണിയിലേറി. നിർബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് വിട്ടു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എൻ്റെ ചിന്തയിൽ അപ്പം വർദ്ധിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പം ഈ 5000 ആളുകൾക്ക് വിളമ്പിക്കഴിഞ്ഞപ്പോൾ 12 കൊട്ട മിച്ചം ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നാ കാരണം എന്നറിയാവോ?
12 പേരെ വിളമ്പാനുണ്ടായിരുന്നുള്ളൂ. 12 ശിഷ്യന്മാർ, 100 പേരുണ്ടായിരുന്നെങ്കിൽ 100 കൊട്ട മിച്ചം വന്നതിന്. 1000 പേര് വിളമ്പിയ 1000 കൊട്ട മിച്ചം വന്നതിന്. ഈ 12 പേർക്ക് ഓരോ കൊട്ട എടുക്കാൻ വേണ്ടിയിരിക്കും. പത്രോസിനെയൊക്കെ ഓർത്തിട്ടുണ്ടാവും ഒരു കൊട്ടയും കൊണ്ട് വീട്ടിൽ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ട് താഴത്തെ വചനത്തിൽ പറയാണ്, അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു കടലിനക്കരയിലേക്ക് വള്ളത്തിൽ കയറി പോകുവാൻ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ച് വിടുമ്പോൾ മത്തായി 14:23-33 വരെയുള്ള വചനങ്ങളിൽ ഇവർ തോണിയിലേറി മറുകരയ്ക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, 24 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാറ്റ് പ്രതികൂലമാകുന്നു. ഏതാണ്ട് കടലിൻ്റെ മധ്യഭാഗത്തെത്തി 4-ാം യാമം എന്ന് വളരെ മനോഹരമായി എഴുതിയിരിക്കുകയാണ്. 4-ാം യാമത്തിൽ കാറ്റ് പ്രതികൂലമായി. പ്രിയപ്പെട്ടവരെ, 1, 2, 3 യാമത്തിൽ യേശു വന്നില്ല. എന്താ കാരണമെന്നറിയാവോ? 1, 2, 3 യാമത്തിൽ ആ വഞ്ചി മുങ്ങുകയില്ലെന്ന് യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. ഈ ജീവിതത്തിൽ നിങ്ങളുടെ വഞ്ചി മുങ്ങുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ 1, 2, 3 യാമത്തിൽ മുങ്ങുകയില്ല. എന്നാൽ മുങ്ങുമെന്നുള്ള 4-ാം യാമത്തിൽ യേശു എത്തുക തന്നെയും. ഹല്ലേലൂയ. ആ കടലിൽ തിരയിൽപ്പെട്ട് വലഞ്ഞ വള്ളത്തിൽ നിന്ന് ശിഷ്യന്മാർ നോക്കുമ്പോൾ യേശുവിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. അവർ ഭൂതം എന്ന് പറഞ്ഞ് കാറി. ഹല്ലേലൂയ. 24 മണിക്കൂറും 365 ദിവസവും കൂടെ നടക്കുന്ന പൊന്നുനാഥനെ കണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്താ കാരണം? അവർ അത്ര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഹല്ലേലൂയ. ജീവിതത്തിൽ ഈ കടലിൽ അവർ ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. തങ്ങളുടെ നാഥനാണ് പറഞ്ഞു വിട്ടത്, നിർബന്ധിച്ചാണ് വിട്ടത്. ഇതിനക്കരെ എത്താമെന്ന് വിചാരിച്ചാണ് അവർ പോയത്. എന്നാൽ നടുക്കടലിൽ എത്തിയപ്പോൾ വലിയൊരു പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബ ജീവിതത്തിലാവാം, വ്യക്തി ജീവിതത്തിലാകാം, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഞാനും നിങ്ങളും നേരിടാറുണ്ടില്ലേ? ചില ജീവിതങ്ങളൊക്കെ വിവാഹം കഴിച്ച് ഒരാഴ്ചയാകുമ്പോൾ അല്ലെങ്കിൽ 30 ദിവസം ആകുന്നതിന് മുമ്പേ ഡൈവേഴ്സായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പലവിധമായ ഷെയറിങ്ങിനും ഒക്കെ ഒത്തിരി അവസ്ഥകൾ ജീവിതത്തിലുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ അത്രമാത്രം നിരാശരായിപ്പോയി. ചില വിഷയങ്ങളൊക്കെ നമ്മെ ഭാരപ്പെടുത്തി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് പറയാറില്ലേ, ഒന്ന് നീ മിണ്ടാതിരിക്കുക, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, അല്ലെ ടെൻഷൻ എടുക്കുന്നു, അല്ലേ? ഭ്രാന്ത് പിടിച്ചിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഡിസപ്പോയിൻ്റ് ആയിട്ട്, നിരാശയായിട്ട്, ആരാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ആയിപ്പോയി ആര്? പത്രോസും യോഹന്നാനും യാക്കോവും ഒക്കെ. അവർ വിളിച്ചു പറഞ്ഞു, ഭൂതം. ഹല്ലേലൂയ. സാക്ഷാൽ യേശു കടലിൻ്റെ മുകളിലൂടെ 4-ാം യാമത്തിൽ തൻ്റെ വത്സല ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവർ പറയുകയാണ്, ഭൂതം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് ഭൂതമല്ല, ഭൂതത്തിന് ശരീരമില്ലല്ലോ, ഇത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഗുരുവേ, അങ്ങാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുവാനൊന്ന് പറ. പത്രോസ്ലീഹായ്ക്ക് എപ്പോഴും സംശയമാണ്. ഹല്ലേലൂയ. പത്രോസ്ലീഹ പറഞ്ഞു, അങ്ങാണെങ്കിൽ. അപ്പോൾ കർത്താവ് പറഞ്ഞു, വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ വിശ്വാസത്തോടുകൂടി കാലെടുത്ത് വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ ആ കടലിലെ വെള്ളം മഞ്ഞുപോലെ പത്രോസ്ലീഹായുടെ കാലിൻ്റെ അടിയിൽ ആയി. വലത് കാലങ്ങ് വെച്ചു. പത്രോസ്ലീഹ ഇടത് കാൽ വഞ്ചിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ഒരു കാറ്റടിച്ചു എന്ന് വചനത്തിലുണ്ട്. ഹല്ലേലൂയ. കാറ്റടിച്ചപ്പോൾ ഭയപ്പെട്ടു. എന്ത് സംഭവിച്ചു? പത്രോസ്ലീഹ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ താഴുന്ന സമയത്ത് വിളിക്കുന്ന ഒരു വചനമുണ്ട്. മത്തായി 14:33 നിങ്ങൾ പോയി നോക്കണം. അതിങ്ങനെയാണ്, കർത്താവേ രക്ഷിക്കണേ. ഹല്ലേലൂയ. പത്രോസിനറിയാം ഇവൻ രക്ഷകനാണെന്ന്. ഹല്ലേലൂയ. യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു എന്ന വചനത്തിൽ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ തൊട്ടടുത്തല്ല കർത്താവ്. എന്നാൽ ഏശയ്യാ 59:1 പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. കുറുകാത്ത കരമുള്ളവൻ, നീളമുള്ള കരമുള്ള യേശു തൻ്റെ വത്സല ശിഷ്യനെ കൈ നീട്ടി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? അവൻ രക്ഷകനായതുകൊണ്ടാണ്. കർത്താവെ രക്ഷിക്കണേ എന്നാണ് പത്രോസ്ലീഹ നിലവിളിച്ചത്. ഹല്ലേലൂയ. കർത്താവിന് വേണമെങ്കിൽ വിചാരിക്കത്തില്ലേ 3 പ്രാവശ്യം ആ പെണ്ണിൻ്റെ മുമ്പിൽ എന്നെ ഒറ്റിപ്പറഞ്ഞവനാലേ താന്നു പൊക്കോട്ടെ എന്ന് വെച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ചെയ്തില്ല. എന്താ കാരണം? യേശു രക്ഷകനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ദൈവം എന്തു ചെയ്തു? പത്രോസ്ലീഹയെ പിടിച്ചു ഉയർത്തി. അതുകൊണ്ടാണ് 1 പത്രോസ് 5:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് ഇടപെടും. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതുവാൻ പത്രോസ്ലീഹയ്ക്ക് മാത്രമേ കഴിയൂ. എന്താണെന്ന് അറിയുമോ? ഈ തക്ക സമയം എന്നത് മുങ്ങിത്തീരാൻ പോകുന്ന അവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, വെള്ളം ഇവിടെ വരെ എത്തി. പത്രോസ്ലീഹയുടെ 1 ഇഞ്ചും കൂടി മുങ്ങിയാൽ മൂക്ക്
പത്രോസ്ലീഹ തീർന്നു പോകുക. ആ അവസ്ഥയിലാണ് കർത്താവെ രക്ഷിക്കണേ എന്ന് കരഞ്ഞു. കൈ നീട്ടി അവൻ പിടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 പത്രോസ് 5:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവൻ ഇടപെടും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ദൈവം തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഒരിക്കലും ലേറ്റ് അല്ല, നമ്മുടെ ദൈവം ഒരിക്കലും ഏർലിയൽ അല്ല. അവൻ റൈറ്റ് ടൈമിൽ പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഈ യേശു തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കഴിയും. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമം രക്ഷയ്ക്കായി, യേശുവിൻ്റെ നാമം. യെശയ്യാ 59:1, കുറുകാത്ത കരമുള്ളവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമ്മുടെ രക്ഷകനായി നമുക്ക് സ്വീകരിക്കാം. ഈ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഈ രാത്രി ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ നിരവധിയായ വിഷയങ്ങളിൽ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ എന്നെ രക്ഷിക്കണമേ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.